സതേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന് സരോവരത്ത് തുടക്കമായി. പ്രീ കോൺഫറൻസ് ഡേയും പ്രൊഡക്ട് ഡിസ്പ്ലേ ആൻഡ് കൺസ്യൂമർ ഇന്റർഫേസും മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. പാല് മാത്രം വിപണനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സ്ഥിതിയല്ല ഉയർന്നത്. അങ്ങനെയാണ് ഉത്പാദനത്തിന്റെ കാര്യത്തിലുള്ള വർധനവ് വന്ന സമയത്ത് ഇതിന്റെ പാൽ ഉൽപ്പന്നങ്ങളുടെ പുതിയതായ ഒരുപാട് സാധ്യതകൾ മനസ്സിലാക്കി പാലിന്റേതുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയതായ ഉൽപ്പന്നങ്ങളുടെ മേഖലയ്ക്കകത്തേക്ക് കടന്നു വന്നത്. അതിനും പുതിയ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചത്. ഇന്നിപ്പോൾ മിൽമ മാർക്കറ്റിൽ ഇറക്കുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളുണ്ട്. നാട്ടിൽ നല്ലതുപോലെ സ്വീകാര്യത നൽകുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങളായി നമ്മുടെ ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. അപ്പോൾ രണ്ട് തരത്തിൽ, ഒന്ന് ഉത്പാദന മേഖലയിലുണ്ടാകുന്ന വർധനവിനെ പുതിയ കാലത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിപണനം നടത്താനാണ്. അതുവഴി കാർഷിക മേഖലയിൽ ക്ഷീരരംഗത്ത് പ്രവർത്തിക്കുന്ന കർഷകർക്ക് അവരുടെ ന്യായമായ സേവനത്തിന് അല്ലെങ്കിൽ അവരുടെ ഉത്പാദന രംഗത്തുണ്ടാകുന്ന അവരുടെ ജോലിക്ക് നല്ല നിലയിലുള്ള വരുമാനം ലഭ്യമാക്കുന്നതിന് കഴിയും. സതേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന്റെ ഭാഗമായുള്ള കന്നുകാലി പ്രദർശനം മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥും ഇ പോസ്റ്റർ ആൻഡ് ഓറൽ പ്രസന്റേഷൻ മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ CN വത്സലൻ പിള്ളയും ഉദ്ഘാടനം ചെയ്തു. മിൽമ ചെയർമാൻ KS മണി പരിപാടികളിൽ അധ്യക്ഷത വഹിച്ചു. കോൺക്ലേവിലെ വിവിധ സെഷനുകളിൽ അനു ജോസഫ്, SDFC സംഘാടക സമിതി രക്ഷാധികാരി ഡോക്ടർ PI ഗീവർഗീസ്, ഇന്ത്യൻ ഡയറി അസോസിയേഷൻ കേരള ചാപ്റ്റർ സെക്രട്ടറി V അപർണ സുധാകരൻ, റിസർവ് ബാങ്ക് ജനറൽ മാനേജർ VS പ്രജീഷ് എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ആരംഭിച്ച സതേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന്റെ ഭാഗമായി നടന്ന നാടൻ പശുക്കളുടെ പ്രദർശനം വേറിട്ടതായി. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് പ്രദർശനം കാണാനെത്തിയത്. ഗിർ വനാന്തരങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ വളരുന്ന അപൂർവ ഇനം ഗിർ പശുക്കൾ, കഠിന ചൂടിലും വളരുന്ന പഞ്ചാബിന്റെ ഷഹീപാൽ ഇനം പശുക്കൾ, ഒപ്പം കാസർഗോഡ് കുള്ളനും കനേഡിയൻ പിഗ്മി ആടുകളുമായി സതേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന്റെ ഭാഗമായി സരോവരത്തൊരുക്കിയ വിവിധയിനം പശുക്കളുടെ പ്രദർശനം ശ്രദ്ധേയമായി. ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള ഗിർ പശുക്കൾ പ്രദർശനത്തിലെ മുഖ്യ ഇനമാണ്. ഉയർന്ന നെറ്റിയും മിനുസമുള്ള ശരീരപ്രകൃതിയും ആരെയും ആകർഷിക്കും. താർ മരുഭൂമി പ്രദേശത്തു നിന്നും എത്തിച്ച താർ പർക്കർ ഇനം പശു രോഗപ്രതിരോധത്തിലും കൂടുതൽ പാൽ ലഭിക്കുന്നതിലും മുന്നിലാണ്. വടക്കൻ കർണാടകയിൽ നിന്നുള്ള കൃഷ്ണവാലി, മഹാരാഷ്ട്രയിൽ നിന്നുള്ള കപില, രാജസ്ഥാനിൽ നിന്നുള്ള മോത്തി, പഞ്ചാബ് ഹരിയാന മേഖലയിൽ നിന്നുള്ള ഷഹീവാൽ, കേരളത്തിന്റെ സ്വന്തം ഇനങ്ങളായ വെച്ചൂർ, റെഡ് സിന്ധി, ജമുന പ്യാരി, സിരോഹി, കനേഡിയൻ പിഗ്മി, സിൽക്കി ഗോട്ട് എന്നീ ആടുകളും പ്രദർശനത്തിലുണ്ട്. പ്രദർശനം ജനുവരി 10 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായം ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തി ആണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു.